ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു CACP ആസ്പിരൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഭാഗം ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്റ്റിലെ സ്പെഷ്യൽ കോൺട്രാക്ട്സുമായി ബന്ധപ്പെട്ട ഭാഗമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഭാഗമാണ്. സോ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ മുൻപത്തെ വീഡിയോസ് കാണാൻ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ സ്പെഷ്യൽ കോൺട്രാക്ട്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സ്പെഷ്യൽ കോൺട്രാക്ട്സ് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്റ്റിലാണ് പ്രതിപാദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്റ്റിലെ സെക്ഷൻ 124 മുതൽ 238 വരെയുള്ള ഭാഗത്താണ് സ്പെഷ്യൽ ടൈപ്സ് ഓഫ് കോൺട്രാക്ട്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇൻഡെംനിറ്റി കോൺട്രാക്റ്റ് സെക്ഷൻ 124 പ്രതിപാദിച്ചിട്ടുള്ളത്. ഇൻഡെംനിറ്റി കോൺട്രാക്റ്റ് സെക്ഷൻ 124, ഗ്യാരണ്ടി കോൺട്രാക്റ്റ് സെക്ഷൻ 126, ബെയിൽമെൻറ്റ് കോൺട്രാക്റ്റ് സെക്ഷൻ 148, പ്ലഡ്ജ് കോൺട്രാക്റ്റ് സെക്ഷൻ 172, ഏജൻസി കോൺട്രാക്റ്റ് സെക്ഷൻ 182. ഇങ്ങനെയാണ് സെക്ഷൻസ് എല്ലാം കറക്റ്റായിട്ട് ഓർഡർ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്തു പോകാം. ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഇൻഡെംനിറ്റി കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇൻഡെംനിറ്റി കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആക്ട് നമ്പർ 9 ഓഫ് 1872 എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ആക്ട് നമ്പർ 9, ആക്ട് നമ്പർ 9 ഓഫ് 1872 എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ അത് നിലവിൽ വന്നത് എന്നാണ്? 1 സെപ്റ്റംബർ 1872 കേട്ടോ. 1 സെപ്റ്റംബർ 1872 നിലവിൽ വരുന്നത്. ആദ്യമായിട്ട്, അതായത് ആ 1872 ജമ്മു കാശ്മീരിനെ ഒഴിവാക്കിയിട്ടാണ് ഉണ്ടായിരുന്നത്. എക്സെപ്റ്റ് ജമ്മു കാശ്മീർ എന്നായിരുന്നു കൊടുത്തിരുന്നത്. പക്ഷേ അതിനുശേഷം 2019 അമെൻമെൻറ്റ് വന്നപ്പം ജമ്മു കാശ്മീരിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു ക്ലോസ് നീക്കം ചെയ്ത് ഇപ്പം ഇന്ത്യ ഒട്ടാകെ പ്രാബല്യത്തിലാണ് എന്ന രീതിയിലാണ് ഇപ്പം ആക്റ്റിൽ കിടക്കുന്നത്. 2019 അങ്ങനെ അമെൻമെൻറ്റ് വന്ന് ചേഞ്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യ മുഴുവൻ, വോൾ ഓഫ് ഇന്ത്യ എന്ന് തന്നെയാണ് അതിൻ്റെ പ്രവർത്തന പരിധി വരുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് ആക്ട് നമ്പർ 9 ഓഫ് 1872 ഓർത്തിരിക്കുക. 1 സെപ്റ്റംബർ 1872 നിലവിൽ വന്നതെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, പിന്നെ ഈ എല്ലാറ്റും വോൾ ഓഫ് ഇന്ത്യ ഇത് ആപ്ലിക്കബിൾ ആണ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി ആദ്യമായിട്ട് പറയുന്നത് സെക്ഷൻ 124 സെക്ഷൻ 124 കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റിയുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, ദ കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി ആൻഡ് ഗ്യാരണ്ടി ആർ സ്പെസിഫിക് ടൈപ്സ് ഓഫ് കോൺട്രാക്റ്റ്. അത് മാത്രമല്ല, വേറെ ഉണ്ട് കേട്ടോ. സ്പെസിഫിക് ടൈപ്പ് ഓഫ് കോൺട്രാക്റ്റ്, ബെയിൽമെൻറ്റും പ്ലഡ്ജും ഏജൻസിയും ഒക്കെ സ്പെസിഫിക് ടൈപ്പ് ഓഫ് കോൺട്രാക്റ്റ് ആണ്. സെക്ഷൻ 124 കാര്യമാണ് പറയുന്നത്. ദ കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റിയും ഗ്യാരണ്ടിയുമാണ് സ്പെസിഫിക് ടൈപ്പ് ഓഫ് കോൺട്രാക്റ്റിൽ ഉൾപ്പെടുന്നത്. Specific provisions have been made in the Contract Act with regards to these type of contracts. ഈ കോൺട്രാക്ട്സിന് വേണ്ടി ധാരാളം പ്രൊവിഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. The specific legal provisions relating to these contracts are contained in section 124. 124 തൊട്ടിട്ട് 147 വരെ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് 1872 124 തൊട്ട് 147 വരെ ഇതിൻ്റെ ലീഗൽ പ്രൊവിഷൻസിനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഇനി കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി എന്താണെന്ന് നമുക്ക് വിശദമായി നോക്കാം. ദ ടേം ഇൻഡെംനിറ്റി മീൻസ് സെക്യൂരിറ്റി അഗെയിൻസ്റ്റ് ഹേർട്ട്, ലോസ് ഓർ ഡാമേജ്. ഒരു ഇൻഡെംനിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ഒരു സെക്യൂരിറ്റിയാണ്. അതായത് ഏതെങ്കിലും ഒരു നഷ്ടത്തിനോ ഒരു ഹേർട്ടിനോ അല്ലെങ്കിൽ ഒരു ഡാമേജിനോ പകരം ഒരു സെക്യൂരിറ്റി ലഭിക്കുന്നതിനെയാണ് എന്ത് പറയുക? സെക്യൂരിറ്റി നിൽക്കുന്നത് അല്ലെങ്കിൽ സെക്യൂരിറ്റി ലഭിക്കുക, അതിനെ പറയുന്നതാണ് ആ നഷ്ടം നികത്തൽ എന്നാണ് ഇൻഡെംനിറ്റി കൊണ്ട് അർത്ഥമാക്കുന്നത്. ഏതെങ്കിലും ഒരു നഷ്ടം കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഡാമേജ് അല്ലെങ്കിൽ ലോസ് എന്തെങ്കിലും കൊണ്ടോ ഉള്ളത് നഷ്ടം നികത്തൽ എന്നാണ് ഇൻഡെംനിറ്റി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എ കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി റിഫേഴ്സ് ടു പ്രോമിസ് മെയ്ഡ് ബൈ വൺ പേഴ്സൺ ടു മേക്ക് ഗുഡ് ഓർ എനി ലോസ് ഓർ ഡാമേജ് അനദർ ഹാസ് ഇൻകേർഡ്. അതായത് കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി എന്ന് വെച്ചാൽ ഒരു പ്രോമിസാണ്. മെയ്ഡ് ബൈ വൺ പേഴ്സൺ, ഒരു പേഴ്സൺ മെയ്ഡ് ബൈ വൺ പേഴ്സൺ ടു മേക്ക് ഗുഡ്, അത് ശരിയാക്കാം. എനി ലോസ് ഓർ ഡാമേജ് അനദർ ഹാസ് ഇൻകേർഡ് ഓർ മേ ഇൻകർ ബൈ ആക്ടിങ് അറ്റ് ഹിസ് റിക്വസ്റ്റ് ഓർ ഫോർ ഹിസ് ബെനഫിറ്റ്. അതായത് മറ്റൊരു വ്യക്തിക്ക് ഉണ്ടായ ഡാമേജോ നഷ്ടമോ പഴയ പോലെ ആക്കാം അല്ലെങ്കിൽ ടു മേക്ക് ഗുഡ് ആക്കാം എന്ന ഒരു പ്രോമിസ് നൽകുന്നതാണ് എന്ത്? ഇൻഡെംനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മറ്റൊരു വ്യക്തിക്കുണ്ടായ നാശമോ അല്ലെങ്കിൽ ഒരു നഷ്ടമോ എന്തു ചെയ്യാം?
അത് റെഡിയാക്കി തരാം, അല്ലെങ്കിൽ അതിൻ്റെ ചിലവ് ബാധ്യത ഏറ്റെടുത്തുകൊള്ളാം, അല്ലെങ്കിൽ ബാധ്യത നികത്താം എന്ന് പറയുന്നൊരു പ്രോമിസാണ് ഇൻഡെംനിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതെങ്ങനെയൊക്കെ ആവാം, അത് ഒന്നുകിൽ റിക്വസ്റ്റ് പ്രകാരം ആവാം, അല്ലെങ്കിൽ ഒരു ബെനഫിറ്റ്, അയാൾക്കൊരു കൺസിഡറേഷൻ ഉണ്ടാവും അവിടെ അല്ലേ. വെറുതെ ആരെങ്കിലും ഇപ്പം നമ്മൾ ഞാൻ നികത്തിത്തരാമെന്ന് പറയൂ, ഇല്ല. അവിടെ തീർച്ചയായിട്ടും അവിടെ ഒരു കൺസിഡറേഷൻ ഉണ്ടായിരിക്കും. മോണിറ്ററി കൺസിഡറേഷനാണ് കൂടുതലായിട്ട് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഈ കോൺട്രാക്റ്റ് ഓഫ് ഫയർ ഇൻഷുറൻസ് കറക്റ്റ് എക്സാമ്പിൾ വെച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഫയർ ഇൻഷുറൻസും മറൈൻ ഇൻഷുറൻസും എല്ലാം ഇൻഡെംനിറ്റിക്ക് എക്സാമ്പിൾസ് ആണ് കേട്ടോ. അപ്പോൾ എക്സാമ്പിൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഫയർ ഇൻഷുറൻസ് നമ്മൾ എന്തിനാ, ഫയർ ഇൻഷുറൻസ് എപ്പോഴാണ് ഫയർ ഇൻഷുറൻസ് ഉണ്ടാവുക നമുക്കറിയാൻ പറ്റുമോ? ഇല്ല. പക്ഷേ ആ ഫയർ ഇൻഷുറൻസ് നമ്മളെ കവറേജിൽ ഉണ്ടെങ്കിൽ ആ ഒരു എംപ്ലോയർക്ക് അങ്ങനെ ഒരു നഷ്ടം സംഭവിക്കുമ്പോൾ അതിൻ്റെ ഇത് നികത്തിക്കോളാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആദ്യമേ ഇങ്ങനൊരു കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്നത് അല്ലേ. ഫയർ ഇൻഷുറൻസ് കമ്പനിയായിട്ടൊരു കോൺട്രാക്റ്റ് വെക്കുന്നത് എപ്പോഴാണ്, അടുത്ത കൊല്ലം എനിക്ക് ഞങ്ങളുടെ ഫേമിൽ ഇത് ഉണ്ടാവും എന്ന് വെച്ചിട്ടല്ല. ഉണ്ടാവാതിരിക്കാം, അതെന്തോ ആയിക്കോട്ടെ. പക്ഷെ അങ്ങനെ ഉണ്ടായാൽ ആ ചിലവ് അല്ലെങ്കിൽ ആ ബാധ്യത അവർക്ക് താങ്ങാൻ പറ്റില്ല ആ സമയത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും വലിയൊരു ഹ്യൂജ് ലോസ് ഉണ്ടാവാതിരിക്കാനുള്ള മുൻകരുതലായിട്ടാണ് എന്ത് തുടങ്ങുന്നത്, ഇൻഡെംനിറ്റി, അവരുമായിട്ടുള്ളൊരു കരാറിൽ ഏർപ്പെടുന്നത് അല്ലേ. അപ്പോൾ അതാണ് കറക്റ്റ്. പിന്നെ മറൈൻ ഇൻഷുറൻസ് പൊതുവെ പിന്നെ ഷിപ്പുകളൊക്കെ കോടികൾ വിലമതിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കരാറുകൾ എപ്പോഴാണ് ഒരു കണ്ടിൻജൻറ്റ് സിറ്റുവേഷൻ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അത് ഉണ്ടാവുന്നതിന് മുമ്പേ ഒരു സർട്ടൻ പീരീഡൊന്നും ഉണ്ടാവില്ല അവിടെ. അത് എപ്പോഴാണോ സംഭവിക്കുന്നത് അപ്പോൾ നികത്തിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ടാണ് അത് തുടങ്ങുന്നത്, കരാറ് ആരംഭിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് എക്സാമ്പിൾസ് നമ്മൾ മനസ്സിലോർത്ത് കഴിഞ്ഞാൽ കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി എന്നൊരു കൺസെപ്റ്റ് വളരെ ക്ലിയർ ആണ് കേട്ടോ. ഫയർ ഇൻഷുറൻസും മറൈൻ ഇൻഷുറൻസും ഇത് ഇന്നോ നാളെയോ ഉണ്ടാവാൻ പോകുന്ന പ്രശ്നമായിരിക്കില്ല. ആ ഒരു പ്രത്യേക ഇൻസിഡൻറ്റ് സംഭവിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന നഷ്ടം നികത്തിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ അത് തുടങ്ങുന്നത്, കോൺട്രാക്റ്റ് തുടങ്ങുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റിലേക്ക് വന്നാൽ ഡെഫിനിഷൻ പറയുന്നുണ്ട്. സെക്ഷൻ 124 കോൺട്രാക്റ്റ് ആക്റ്റിൽ പറയുന്നുണ്ട്, a contract by which one party promises to save the other from loss caused to him by the conduct of the promiser himself or by the conduct of any other person. ഒന്നുകിൽ പ്രോമിസർ സ്വയം, അല്ലെങ്കിൽ ഒന്നുകിൽ പ്രോമിസർ ഹിംസെൽഫ് ആയിരിക്കും, അല്ലെങ്കിൽ ബൈ ദ കണ്ടക്ട് ഓഫ് എനി അതർ പേഴ്സൺ ആയിരിക്കാം. ഈ കോൺട്രാക്റ്റിൽ പ്രോമിസ് ചെയ്യുന്നത് ഇതുമൂലം ഉണ്ടാകുന്ന ബാധ്യത ഉണ്ടാവുന്നത് ഒന്നുകിൽ പ്രോമിസർ ഹിംസെൽഫ് ആവാം, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ കണ്ടക്റ്റ് കൊണ്ടാവാം. ഓക്കെ, ഇനി ഈ രണ്ട് പാർട്ടികളാണ് ഈ ഒരു കോൺട്രാക്റ്റിലുള്ളത്. അപ്പോൾ അത് രണ്ടും പഠിക്കണം. ഇൻഡെംനിഫയർ എന്നുണ്ട്, ഇൻഡെംനിറ്റി ഹോൾഡറുണ്ട്. ഇൻഡെംനിഫയർ എന്ന് പറഞ്ഞാൽ ദ പേഴ്സൺ ഹൂ ഗീവ്സ് ആരാണോ ഇൻഡെംനിറ്റി നൽകുന്നത്, ആ ഒരു പ്രോമിസ് നൽകുന്നത്, അതാണ് ഇൻഡെംനിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. ഹൂ പ്രോമിസസ് ടു കോമ്പൻസേറ്റ് ഫോർ ദ ലോസ്, ആരാണോ നഷ്ടം നികത്തിക്കൊള്ളാം എന്ന് പറയുന്നത്, അതാണ് ഇൻഡെംനിഫയർ. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പാർട്ടി ദ പേഴ്സൺ ഫോർ ഹൂസ് പ്രൊട്ടക്ഷൻ, ആർക്ക് വേണ്ടിയിട്ടാണോ ഈ ഒരു പ്രോമിസ് നൽകുന്നത്, ആർക്ക് നഷ്ടം വരാതിരിക്കാനാണോ ഈ ഇൻഡെംനിഫയർ ഇങ്ങനെ നിൽക്കുന്നത്, അതാണ് ഇൻഡെംനിറ്റി ഹോൾഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. ഇൻഡെംനിറ്റി ഹോൾഡർ എന്ന് മാത്രമല്ല ഇൻഡെംനിഫൈഡ് എന്നും കൂടി പറയും കേട്ടോ. ഇൻഡെംനിറ്റി ഹോൾഡർ എന്ന് മാത്രമല്ല ഇൻഡെംനിഫൈഡ് എന്നുകൂടി പറയും. അപ്പോൾ ഇൻഡെംനിഫയർ ആരാണ്, ഇൻഡെംനിഫൈഡ് ആരാണെന്ന് ഓർത്ത് വയ്ക്കണം. ചോദ്യം വരുമ്പോൾ രണ്ടും ഒരേപോലെ നമുക്ക് കൺഫ്യൂസ് ആവരുത്. ഇൻഡെംനിഫയർ എന്ന് വെച്ചാൽ ആരാണ്, ഇപ്പോൾ മറൈൻ ഇൻഷുറൻസ് കമ്പനിയാണ് അവിടെ ഇൻഡെംനിഫയർ അല്ലേ. ആ പോളിസി എടുത്ത അല്ലെങ്കിൽ ആ കോൺട്രാക്റ്റ് എടുത്ത ആളാണ് ഇവിടെ ഇൻഡെംനിറ്റി ഹോൾഡർ അല്ലെങ്കിൽ ഇൻഡെംനിഫൈഡ്. എന്തെങ്കിലും അൺസർട്ടൈനിറ്റി പോലെ സിറ്റുവേഷൻസ് ഉണ്ടായാൽ ആർക്ക് ഫണ്ട് ലഭിക്കും, ഇൻഡെംനിഫൈഡിന് ലഭിക്കും. ആര് കൊടുക്കണം, ഇൻഡെംനിഫയർ, ആ ഫയർ ഇൻഷുറൻസ് കമ്പനി അല്ലെങ്കിൽ ആ മറൈൻ ഇൻഷുറൻസ് കമ്പനി കൊടുക്കണം. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് മനസ്സിലാവും വിചാരിക്കണം. ഇനി കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, എന്തൊക്കെയാണ് ഇൻഡെംനിറ്റി കോൺട്രാക്റ്റിലുള്ളത്. ഓക്കെ, എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് കോൺട്രാക്റ്റ്. ഒരു വാലിഡ് കോൺട്രാക്റ്റിനുള്ള എല്ലാ എസെൻഷ്യൽസിനും ഇവിടെ ഈ ഒരു കോൺട്രാക്റ്റിനും ആവശ്യമാണെന്നാണ് പറയുന്നത്, കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റിക്കും ആവശ്യമാണെന്നാണ് പറയുന്നത്. ഇറ്റ് മസ്റ്റ് ഹാവ് ഓൾ ദ എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട് സച്ച് ആസ് എഗ്രിമെൻറ്റ് വേണം, ഫ്രീ കൺസെൻറ്റ് വേണം, കോമ്പിറ്റൻസി ഓഫ് ദ പാർട്ടീസ് വേണം, ലീഗാലിറ്റി ഓഫ് ദ ഒബ്ജക്റ്റ് വേണം, പിന്നെ കൺസിഡറേഷൻ വേണം കേട്ടോ.
ഫ്രീ കൺസെൻ്റ് ഒന്നുമല്ല, കൺസിഡറേഷൻ ആവശ്യമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വാലിഡ് കോൺട്രാക്റ്റ് ആവുള്ളൂ. അപ്പോൾ വാലിഡ് കോൺട്രാക്റ്റിൻ്റെ ഫീച്ചേഴ്സാണ് ഈ പറയുന്നതെല്ലാം. എന്തെല്ലാം? എഗ്രിമെൻറ്റ് വേണം, ഫ്രീ കൺസെൻറ്റ് വേണം, കോമ്പിറ്റൻസി ഓഫ് ദ പാർട്ടീസ് വേണം, ലീഗാലിറ്റി ഓഫ് ഒബ്ജക്റ്റ് വേണം, കൺസിഡറേഷൻ വേണം. ഓക്കെ, ഇനി രണ്ടാമത്തെ പോയിൻ്റായിട്ട് പറഞ്ഞത് കോമ്പൻസേഷൻ ഓഫ് ലോസ് നികത്തിക്കോളാം എന്നാണ് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു എഗ്രിമെൻറ്റ് തുടങ്ങുന്നത്. സോ അവിടെ എന്ത് വേണം? ഒരു ലോസ് വേണം അല്ലേ? ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ് ഓഫ് എ കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി. വൺ പാർട്ടി മസ്റ്റ് പ്രോമിസ് ടു സേവ് ദ അതർ പാർട്ടി ഫ്രം എനി ലോസ് വിച്ച് ഹി മേ സഫർ. തീർച്ചയായിട്ടും ആ ലോസ് നികത്തിക്കോളാം എന്ന പ്രോമിസ് അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു കോൺട്രാക്റ്റിന് അർത്ഥമുള്ളൂ. അപ്പോൾ അതാണ് പറയണത്. ഈ ഒരു കോൺട്രാക്റ്റ് എറേസ് ചെയ്യുന്നത് തന്നെ എപ്പോഴാണ്? വൺ പാർട്ടി മസ്റ്റ് പ്രോമിസ് ടു സേവ് ദ അതർ പാർട്ടി ഫ്രം എനി ലോസ് വിച്ച് ഹി മേ സഫർ. ആ ഒരു ക്ലോസിൽ നിന്നുമാണ് ഈ ഒരു കോൺട്രാക്റ്റ് ജനിക്കുന്നത് അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത് എക്സ്പ്രസ് ഓർ ഇംപ്ലൈഡ്. രണ്ട് തരത്തിലാവാം, എക്സ്പ്രസ്സും ആവാം ഇംപ്ലൈഡും ആവാം എന്നാണ് പറയുന്നത്. പ്രോമിസ് ടു ഇൻഡെംനിഫൈ എ പേഴ്സൺ എഗെയിൻസ്റ്റ് ദ ലോസ് സഫേർഡ് ബൈ ഹിം മേ ബി എക്സ്പ്രസ് ഓർ ഇംപ്ലൈഡ്. അപ്പോൾ എന്താണ് എക്സ്പ്രസ് പ്രോമിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? എക്സ്പ്രസ് പ്രോമിസ് മീൻസ് ഇസ് ദ വൺ വേർ എ പേഴ്സൺ പ്രോമിസസ് ഇൻ എക്സ്പ്രസ് ടേംസ് ടു കോമ്പൻസേറ്റ് ദ അതർ ഫ്രം ദ ലോസ്. വാക്കാൽ പറയുന്ന, അതായത് വാക്കാലും ആവാം എഴുതിയിട്ടും ആവാം, വാക്കാലോ എഴുതിയിട്ടോ ആവാം ഈ പ്രോമിസസ് എല്ലാം. ഓക്കെ, പിന്നെ ഒരു വ്യക്തി മറ്റൊരാൾക്ക് നഷ്ടപരിഹാരം നൽകുമെന്ന് വ്യക്തമായ രീതിയിൽ വാഗ്ദാനം ചെയ്യണം. വ്യക്തമായ രീതിയിലുള്ള വാഗ്ദാനമാണ് എക്സ്പ്രസ് പ്രോമിസ് എന്ന് പറഞ്ഞാൽ. ഒരു വ്യക്തി മറ്റൊരാൾക്ക് നഷ്ടപരിഹാരം നൽകുമെന്ന് വ്യക്തമായ രീതിയിൽ വാഗ്ദാനം ചെയ്യുന്നതിനെയാണ് എക്സ്പ്രസ് പ്രോമിസ് എന്ന് പറയാം. അപ്പോൾ എന്താണ് ഇംപ്ലൈഡ് പ്രോമിസ്? ഇംപ്ലൈഡ് പ്രോമിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാഗ്ദാനത്തിൻ്റെ പെരുമാറ്റം അയാൾക്കുണ്ടായ നഷ്ടപരിഹാരം നൽകാമെന്ന് വാഗ്ദാനം ചെയ്തതായി സൂചിപ്പിക്കപ്പെട്ട വാഗ്ദാനമാണ് ഇംപ്ലൈഡ് പ്രോമിസ് എന്ന് പറഞ്ഞാൽ. അതൊന്നുമില്ല, ഇംപ്ലൈഡ് പ്രോമിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോമിസറുടെ കണ്ടക്റ്റ് കൊണ്ടാണ് ഈ ഒരു ബാധ്യത ഉണ്ടാവുന്നത്. അപ്പോൾ അതുമേലുണ്ടാവുന്ന പ്രോമിസാണ് എന്ത്? ഇംപ്ലൈഡ് പ്രോമിസ് എന്ന് പറഞ്ഞാൽ. ഇംപ്ലൈഡ് പ്രോമിസ് ഈസ് വൺ where the conduct of the promiser shows that he promised to indemnify the other party against the loss suffered by him. ഓക്കെ, ഇനി അടുത്തത് പറയുന്നത് റൈറ്റ്സ് എന്തെല്ലാമാണ്. ഇൻഡെംനിറ്റി ഹോൾഡർക്ക് എന്തെല്ലാം റൈറ്റ്സ് ഉണ്ടെന്ന്. അപ്പോൾ പ്രത്യേകം ഓർത്തിരിക്കണം, രണ്ട് പാർട്ടികളാണുള്ളത്. ഇൻഡെംനിറ്റി ഹോൾഡറും ഉണ്ട്, ഇൻഡെംനിഫയറും ഉണ്ട് കേട്ടോ. രണ്ട് പാർട്ടികളാണുള്ളത്. അപ്പോൾ രണ്ട് പാർട്ടികളുടെയും റൈറ്റ്സിനെ കുറിച്ചൊരു ധാരണ ഉണ്ടായിരിക്കണം. റൈറ്റ്സിനെ കുറിച്ച് പറയുന്നത് അതായത് ഇൻഡെംനിറ്റി ഹോൾഡർ എന്ന് വെച്ചാൽ എമൗണ്ട് കിട്ടാൻ ഉള്ള നമ്മുടെ മറൈൻ ഇൻഷുറൻസ് കമ്പനിയല്ല, ആരാണോ എടുത്തത് അയാളാണ് ഇൻഡെംനിറ്റി ഹോൾഡർ അല്ലേ? ഇൻഡെംനിറ്റിഫൈഡ് എന്ന് പറയുന്നത് അയാളാണ് ഇൻഡെംനിറ്റി ഹോൾഡർ. അപ്പോൾ അയാൾക്കുള്ള റൈറ്റ്സ് എന്തെല്ലാം റൈറ്റ്സ് ഉണ്ടോ എന്നാണ് പറയുന്നത്. ഇപ്പോൾ സെക്ഷൻ 125 ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്റ്റിൽ പറയുന്നുണ്ട് കേസ് കൊടുക്കാം, അതായത് അയാൾക്ക് റിക്കവർ ചെയ്യാം, പ്രോമിസറുടെ കയ്യിൽ നിന്നും റിക്കവർ ചെയ്യാൻ ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ തരത്തിൽ അയാൾക്കത് റിക്കവർ ചെയ്യാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഓൾ ഡാമേജസ് വിച്ച് ഹീസ് കമ്പൽഡ് ടു പേ ഇൻ എനി സ്യൂട്ട്. ഏതൊരു ഡാമേജുമായി ബന്ധപ്പെട്ടിട്ടാണോ അയാൾ സ്യൂട്ട് ഫയൽ ചെയ്യാൻ പോയത്, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട നഷ്ടപരിഹാരം അയാൾക്ക് ലഭിക്കും, അതിനുള്ള അർഹത അയാൾക്കുണ്ട്. പിന്നെ അടുത്തത് പറയുന്നത് ഓൾ കോസ്റ്റ് വിച്ച് ഈസ്, അതായത് ഈ ഒരു കേസിന് വേണ്ടി അയാൾക്ക് ചിലവുകൾ ഉണ്ടായിരിക്കും അല്ലേ? ആ ചിലവുകളും ഇയാളുടെ കയ്യിൽ നിന്ന് കിട്ടണം. ഓക്കെ, കോടതി വഴി കിട്ടും എന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ അടുത്തത് പറയുന്നത് ഓൾ സംസ് വിച്ച് ഹി ഹാസ് പെയ്ഡ് അണ്ടർ ദ ടേംസ്. എന്തെങ്കിലും കൊടുക്കാൻ ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം മേടിക്കാനുള്ള അയാൾക്ക് റൈറ്റ്സ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ അടുത്തത് പറയുന്നത് സ്യൂട്ട് ഫോർ സ്പെസിഫിക് പെർഫോമൻസ്. കോടതി ചിലവൊക്കെ കിട്ടാനുള്ള അർഹത അദ്ദേഹത്തിനുണ്ട്. കോടതി വഴി ഇതെല്ലാം നേടിയെടുക്കാനുള്ള ഒരു ലീഗൽ ഫോർമാലിറ്റീസ് ഈ ലോയിൽ തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ ഈ ലോ വെച്ചിട്ട് അവർക്കത് സ്യൂ ചെയ്തിട്ട് നേടിയെടുക്കാൻ പറ്റും എന്നാണ് പറയണത്. പിന്നെ ഈ സ്യൂട്ട് ഫോർ സ്പെസിഫിക് പെർഫോമൻസ് എന്താണെന്ന് വെച്ചാൽ ആൻ ഇൻഡെംനിറ്റി ഹോൾഡർ ഈസ് എൻറ്റൈറ്റിൽഡ് ടു സ്യൂ ദ ഇൻഡെംനിഫയർ ഈവൻ ബിഫോർ ഹി ഹാസ് സഫേർഡ് എനി ഡാമേജ് പ്രൊവൈഡഡ് ആൻഡ് ആബ്സല്യൂട്ട് ലയബിലിറ്റി ഹാസ് ബീൻ ഇൻകേർഡ് ബൈ ഹിം. അതായത്
ആബ്സല്യൂട്ട് ലയബിലിറ്റി വരുന്നതിന് മുമ്പ് തന്നെ അയാൾക്ക് എന്ത് ചെയ്യാം, നഷ്ടം സംഭവിക്കുന്നതിന് മുന്നേ എന്തെങ്കിലും ഒരു ബാധ്യത ഉണ്ടായിന്ന് വെക്കുക. വലിയൊരു നഷ്ടം, ഹ്യൂജായ നഷ്ടം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളതിൽ ജോയിൻ ചെയ്തത്. പക്ഷെ അതിന് മുമ്പേ നമുക്ക് ഒരു ബാധ്യത ഉണ്ടായെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ബാധ്യതയോ ഡാമേജോ ഉണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇൻഡെംനിഫയർക്കെതിരെ കേസ് കൊടുത്തിട്ട് നമുക്ക് അതും കൂടി ഈടാക്കാനുള്ളൊരു ക്ലോസ് ഈ ഒരു ആക്ട് പ്രകാരം കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. ഇതൊക്കെ ഇൻഡെംനിറ്റി ഹോൾഡർക്കാണ് കിട്ടുന്നത്. അപ്പോൾ ഇൻഡെംനിറ്റി ഹോൾഡർക്കാണ് ഇവിടെ കൂടുതൽ എന്താ പറയുക കൊടുക്കുന്നത്. ആക്ട് പ്രകാരം അയാൾക്കാണ് കൂടുതൽ എല്ലാ തരത്തിലുള്ള അവകാശങ്ങളും കൂടുതൽ കൊടുത്തിരിക്കുന്നത്. അതിന് നേരെ തിരിച്ചു വന്നിട്ട് ഇൻഡെംനിഫയറിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ പറയണത് അങ്ങനെ ഒരു പ്രൊവിഷൻ തന്നെ ഇല്ലയാണ്. കാരണം റൈറ്റ്സ് ഓഫ് ഇൻഡെംനിഫയർ എന്ന് പറഞ്ഞാൽ ദർ ഈസ് നോ പ്രൊവിഷൻ ഇൻ ദി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് അബൌട്ട് ഇൻഡെംനിഫയേഴ്സ് റൈറ്റ്സ്. ഇൻഡെംനിഫയർ റൈറ്റ്സിനെ കുറിച്ചിട്ട് ഇവിടെ പ്രൊവിഷൻ പറയുന്നില്ല എന്നാണ് പറയുന്നത്. ആക്ട് ഈസ് സൈലൻ്റ് ഓൺ ദിസ് പോയിൻ്റ്. അപ്പോൾ ആരുടെ റൈറ്റ്സിനെ കുറിച്ചിട്ടാണ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പരാമർശിക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഡെംനിഫയറുടെ റൈറ്റിനെ കുറിച്ച് ഒന്നും പരാമർശിക്കുന്നില്ല. ഇൻഡെംനിഫയർക്ക് ഷുവർട്ടിയുടേതുപോലെയുള്ള റൈറ്റ്സുകൾ ഉണ്ട് എന്നും പറയുന്നുണ്ട് കേട്ടോ. ഷുവർട്ടി നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ളതാണ് ഷുവർട്ടി. അപ്പോൾ അത് ഷുവർട്ടി വരുമ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കിയിട്ട് പോകാം കേട്ടോ. ഷുവർട്ടിയുടെ പോലെയുള്ള ചില റൈറ്റ്സുകൾ ഇദ്ദേഹത്തിന് ഉണ്ട്, ഇൻഡെംനിഫയർക്ക് ഉണ്ട് എന്നും പറയുന്നുണ്ട്. ഓക്കെ, അത്രയാണ് ഈ ഒരു കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. ചെറിയൊരു ഭാഗമാണ്. സെക്ഷൻ എന്താണെന്ന് പഠിക്കുക, പിന്നെ ഇൻഡെംനിഫയറും ഇൻഡെംനിഫൈഡും ആരാണെന്ന് പഠിക്കുക, ഇതിലെന്തൊക്കെയാണ് പ്രധാനപ്പെട്ട പോയിന്റുകളെന്ന് പഠിക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടിയാണ്. സെക്ഷൻ 126 ബന്ധപ്പെട്ടാണ് കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി പ്രതിപാദിച്ചിട്ടുള്ളത് കേട്ടോ. കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി എന്താണ്? 126. ഓക്കെ, the term guarantee may be defined as undertaking by one person to pay the amount due from another person and a contract to pay the amount due from another person in case the latter fails to pay is known as contract of guarantee. അതായത് കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാമ്യം നിൽക്കുന്നതാണ് ഈ കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞു. ജാമ്യം ഒരാൾ ഒരു എമൗണ്ട് തന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നുകൊള്ളാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ജാമ്യം നിൽക്കുമല്ലോ. ഇപ്പോൾ ഒരു ലോണിൻ്റെ കേസ് തന്നെ എടുക്കാം. ഇപ്പോൾ ഒരു ലോണിൻ്റെ കേസിൽ ഇപ്പോൾ ഒരു ബാങ്കിൽ നിന്ന് ഒരു വ്യക്തി ലോൺ എടുക്കുന്നു. അപ്പോൾ ആ ലോൺ എടുക്കുമ്പോൾ ആ ബാങ്ക് എന്തു പറയും? ഒരു ഷുവർട്ടീനെ കൊണ്ടുവരാൻ പറയുമല്ലേ, ഒരു ജാമ്യക്കാരൻ വേണമെന്ന് പറയും. അപ്പോൾ ഈ ജാമ്യക്കാരൻ്റെ ഉത്തരവാദിത്തം എന്താണ്? ഇയാൾ തന്നിട്ടില്ലെങ്കിൽ ഇയാൾ തവണ മുടക്കിയാൽ ഞാൻ അടച്ചുകൊള്ളാം, അല്ലെങ്കിൽ ഇയാൾ എമൗണ്ട് തന്നിട്ടില്ലെങ്കിൽ ഞാൻ തന്നുകൊള്ളാം എന്ന് പറഞ്ഞ് ഒപ്പിടുമ്പോൾ തന്നെ അയാൾക്ക് അയാളുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് പൂർണ്ണ ബോധ്യം വേണം അല്ലേ. അപ്പോൾ അതാണ് കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞത്. അത് തന്നെയാണ് കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി മെൻഷൻ ചെയ്യുന്നത് സെക്ഷൻ 126. കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി ഈസ് എ കോൺട്രാക്റ്റ് ടു പെർഫോം പ്രോമിസ് ഓർ ഡിസ്ചാർജ് ദ ലയബിലിറ്റി ഓഫ് എ തേർഡ് പേഴ്സൺ ഇൻ കേസ് ഓഫ് ഹിസ് ഡിഫോൾട്ട്. ഒരു തേർഡ് പേഴ്സൻ്റെ ലയബിലിറ്റി ഡിസ്ചാർജ് ചെയ്യുന്ന പ്രോമിസാണ് എന്ത് കൊടുക്കുന്നത്, ഗ്യാരണ്ടി കൊടുക്കുന്നത്. പിന്നെ അത് എന്തുകൊണ്ട് കൊടുക്കേണ്ടി വരുന്നു എന്ന് വെച്ചാൽ ഇൻ കേസ് ഓഫ് ഹിസ് ഡിഫോൾട്ട്, അദ്ദേഹം ഡീഫോൾട്ട് വരുത്തിയാൽ മാത്രമേ കൊടുക്കണ്ടൂ എന്നൊരു ക്ലോസ് കൂടിയുണ്ട്. അദ്ദേഹം കറക്റ്റായിട്ട് അടയ്ക്കുകയാണെങ്കിലോ നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല, ഒരു പുലിവാലും ഇല്ല. അപ്പോൾ അതും ഓർത്ത് വയ്ക്കണം കേട്ടോ. ഈ കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി ഇൻവോൾവ്സ് 3 പാർട്ടികളാണ്. ഈ പാർട്ടികളാണ് നമുക്ക് പ്രത്യേകം ഓർത്തിരിക്കേണ്ടത്. അപ്പോൾ അതെല്ലാം ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ കടന്നു വന്നേക്കാം. അപ്പോൾ 3 പാർട്ടികളാണ് ഇവിടെ ഉള്ളത്. ഒന്ന് ഷുവർട്ടിയാണ്. അപ്പോൾ ആരാണ് ഷുവർട്ടി? ഷുവർട്ടി എന്ന് വെച്ചാൽ ദ പേഴ്സൺ ഹൂ ഗീവ്സ് ദ ഗ്യാരണ്ടി ഈസ് കോൾഡ് ഷുവർട്ടി. ആരാണോ അങ്ങനെ ഒരു ഉറപ്പ് നൽകുന്നത് അയാൾ ഷുവർട്ടി. ആരാണ് പ്രിൻസിപ്പൽ ഡെപ്റ്റർ? ലോൺ എടുത്ത ആളാണ് പ്രിൻസിപ്പൽ ഡെപ്റ്റർ, കടക്കാരൻ. പ്രിൻസിപ്പൽ ഡെപ്റ്ററുടെ ആവശ്യത്തിനാണ് പ്രിൻസിപ്പൽ ഡെപ്റ്റർ ലോൺ എടുക്കുന്നത്. അപ്പോൾ അദ്ദേഹമാണ് ഇവിടെ തവണ മുടക്കിയത് അല്ലെങ്കിൽ ബാധ്യത വരുത്തിയത്. അപ്പോൾ ആ ബാധ്യത വരുത്തിയ ആളാണ് പ്രിൻസിപ്പൽ ഡെപ്റ്റർ. ആരാണ് ക്രെഡിറ്റർ? ഇപ്പോൾ ലോൺ എടുത്ത കേസിലാണെങ്കിൽ ക്രെഡിറ്റർ ബാങ്കാണ് അല്ലേ. ബാങ്കിൻ്റെ കാശാണല്ലോ, ബാങ്കിനാണല്ലോ കാശ് കിട്ടാനുള്ളത്. അപ്പോൾ ബാങ്കിന് കൊടുക്കാമെന്ന് പറഞ്ഞത് ആരാണ്? ഷുവർട്ടിയാണ്. ക്രെഡിറ്റർക്ക് കൊടുക്കേണ്ടത് ആരാണ്? ഷുവർട്ടി കൊടുക്കണം. ആര് തവണ മുടക്കിയാൽ? പ്രിൻസിപ്പൽ ഡെപ്റ്റർ തവണ മുടക്കിയാൽ. അപ്പോൾ ഇത്രയാണ് ആ ഒരു ഷുവർട്ടി, പ്രിൻസിപ്പൽ ഡെപ്റ്റർ, ക്രെഡിറ്റർ. ഷുവർട്ടി ആരാണ്? പ്രിൻസിപ്പൽ ഡെപ്റ്റർ ആരാണ്? ക്രെഡിറ്റർ ആരാണ്? അപ്പോൾ ഈ ഒരു ലോണിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ പ്രിൻസിപ്പൽ ഡെപ്റ്റർ ആരാണ്? ലോൺ എടുത്ത ആൾ. ഷുവർട്ടി ആരാണ്? ഇയാൾ അടച്ചില്ലെങ്കിൽ ഞാൻ തരാമെന്ന് പറഞ്ഞ് ഒപ്പിട്ട് കൊടുത്ത ആളാണ് ഷുവർട്ടി. അപ്പോൾ ഇയാൾ അടച്ചില്ലെങ്കിൽ ഞാൻ തരാമെന്ന് പൂർണ്ണ ബോധ്യത്തോടു കൂടി ഒപ്പിടുന്ന ആൾ ഷുവർട്ടി.
ആരാ ക്രെഡിറ്റർ? ബാങ്കാണ് ക്രെഡിറ്റർ. ബാങ്കിനാണ് കിട്ടാനുള്ളത് കാശ്. ഇയാൾ തവണ അടച്ചില്ലെങ്കിൽ ബാങ്ക് ആരുടെ കയ്യിൽ നിന്ന് ഈടാക്കണം? ഷുവർട്ടിയുടെ കയ്യിൽ നിന്ന് ഈടാക്കണം. ഓക്കെ, ഇതാണ് ഈ 3 പാർട്ടികൾ കേട്ടോ. ഇനി അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ ഇവിടെ 3 പാർട്ടികളാണുള്ളതെന്ന് പറഞ്ഞു. എ കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി ഈസ് എ ട്രി പാർട്ടി എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ദ പ്രിൻസിപ്പൽ ഡെപ്റ്റർ, ക്രെഡിറ്റർ, ഷുവർട്ടി. പിന്നെ ഇവിടെ കൺസെൻറ്റ് ഓഫ് ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതിൻ്റെ ഈ ഒരു എല്ലാ വശങ്ങളെക്കുറിച്ചും എല്ലാ ക്ലോസുകളെക്കുറിച്ചും ഈ 3 പാർട്ടിക്കും പൂർണ്ണ ബോധ്യം ഉണ്ടായിരിക്കണം ഇതിൽ ഇറങ്ങുമ്പോൾ കേട്ടോ, ഈ ഒരു കോൺട്രാക്റ്റ് എൻറ്റർ ചെയ്യുമ്പോൾ. പിന്നെ എക്സിസ്റ്റൻസ് ഓഫ് എ ലയബിലിറ്റി, ഇവിടെ മസ്റ്റായിട്ടൊരു എക്സിസ്റ്റിംഗ് ലയബിലിറ്റി ഉണ്ട്. അവിടെ നിന്നാണ് ഇത് തുടങ്ങുന്നത്. ഇയാൾ അടയ്ക്കും എന്ന് പൂർണ്ണ ബോധ്യം ഉണ്ടെങ്കിൽ ഇയാൾ എന്തില്ല, ഒരു ഷുവർട്ടിയുടെ ആവശ്യമില്ല. അപ്പോൾ ഈ ബാങ്കിന് ഒരു ഷുവർട്ടി വേണം എന്ന് തോന്നുന്നത് ഒരു എക്സിസ്റ്റിംഗ് ലയബിലിറ്റി ഉണ്ടാകുമ്പോഴാണ്. അപ്പോൾ ഇവിടെ ഒരു എക്സിസ്റ്റിംഗ് ലയബിലിറ്റി ഉണ്ടെങ്കിലാണ് എന്ത് തുടങ്ങുക, ഗ്യാരണ്ടി, കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി തുടങ്ങുന്നത്. ഓക്കെ, പിന്നെ അത് മാത്രമല്ല ഈ ലയബിലിറ്റിയും പ്രോമിസും ഒക്കെ മസ്റ്റ് ബി എൻഫോഴ്സിബിൾ ബൈ ലോ. ഇതൊക്കെ നിയമത്തിന് അധിഷ്ഠിതമായിട്ടാണ് കേട്ടോ, നിയമസാധുതയുള്ളത് തന്നെയാണ് കേട്ടോ. ഓക്കെ, അടുത്തത് പ്രൈമറി ആൻഡ് സെക്കൻഡറി ലയബിലിറ്റി. അപ്പോൾ ലയബിലിറ്റിനെ കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ 2 തരത്തിൽ വരാം. കാരണം ഇവിടെ ശരിക്കും പ്രൈമറി ലയബിലിറ്റി ആരുടെ തന്നെയാണ്? പ്രിൻസിപ്പൽ ഡെപ്റ്റർക്ക് തന്നെയാണ്. അദ്ദേഹം അല്ലേ ലോൺ എടുത്തത്, അപ്പോൾ ആളല്ലേ കാശ് ചിലവാക്കിയത്. അപ്പോൾ ആർക്കാ ഉത്തരം? പ്രൈമറി ലയബിലിറ്റി ആർക്ക് തന്നെയാണ്? പ്രിൻസിപ്പൽ ഡെപ്റ്റർക്ക് തന്നെയാണ്. അതാണ് പറയണത് ഇറ്റ് ഈസ് എ എസെൻഷ്യൽ റിക്വയർമെൻറ്റ് ഓഫ് എ കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി ദാറ്റ് ദർ മസ്റ്റ് ബി സം വൺ പ്രൈമറിലി ലയബിൾ. ആ പ്രൈമറിലി ലയബിളായ വ്യക്തി ആരാണ്? പ്രിൻസിപ്പൽ ഡെപ്റ്ററാണ്. അതർ ദാൻ ഷുവർട്ടി. ഷുവർട്ടിക്ക് സെക്കൻഡറി ലയബിലിറ്റി മാത്രമേ ഉള്ളൂ കേട്ടോ. ഷുവർട്ടിക്ക് എന്ത് ലയബിലിറ്റി ഉള്ളത്? സെക്കൻഡറി ലയബിലിറ്റിയാണ്. പ്രൈമറി ലയബിലിറ്റി ആർക്കാണ് വരിക? പ്രിൻസിപ്പൽ ഡെപ്റ്റർക്ക് തന്നെയാണ് വരിക. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. അവിടെ പ്രൈമറി സെക്കൻഡറി ലയബിലിറ്റിയെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് കോൺട്രാക്റ്റ്, അത് നമ്മൾ കഴിഞ്ഞതിലും പറഞ്ഞാണ്. ഒരു കോൺട്രാക്റ്റിന് ആവശ്യമായ എല്ലാ എസെൻഷ്യൽസും ഇവിടെയും നിർബന്ധമായിട്ട് വേണമെന്ന് പറഞ്ഞു. പിന്നെ നോ മിസ്റെപ്രസെൻറ്റേഷൻ. മിസ്റെപ്രസെൻറ്റേഷൻസ് ഒന്നും പാടില്ല. വ്യക്തമായിട്ടുള്ള ധാരണയോട് കൂടിയിട്ട് വേണം നോളജും അസൻറ്റും എല്ലാ തരത്തിലുള്ള മെറ്റീരിയൽ ഫാക്ട്സും ഒക്കെ വാലിഡ് ആയിട്ടായിരിക്കണം ഇത് തുടങ്ങുന്നത്. പിന്നെ കൺസീൽമെൻറ്റ്, നോ കൺസീൽമെൻറ്റ്, ഒന്നും മറച്ചു വെക്കാനൊന്നും പാടില്ല. എനി ഗ്യാരണ്ടി വിച്ച് ദ ക്രെഡിറ്റർ ഹാസ് ഒബ്റ്റൈൻഡ് ബൈ മീൻസ് ഓഫ് കീപ്പിംഗ് സൈലൻസ് ആസ് ടു മെറ്റീരിയൽ സർക്കംസ്റ്റാൻസസ് ഈസ് ഇൻവാലിഡ്. അങ്ങനെ ഇൻവാലിഡ് ആയിട്ടൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ. പിന്നെ ഷുവർട്ടീസ് ലയബിലിറ്റി മസ്റ്റ് ബി കണ്ടീഷണൽ. അത് ഓർത്തിരിക്കണം. കാരണം ഈ ഷുവർട്ടിയുടെ ലയബിലിറ്റി എന്ന് വെച്ചാൽ കണ്ടീഷണലാണ്. എന്താ അപ്പോൾ കണ്ടീഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ ഡെപ്റ്റർ ഡീഫോൾട്ട് വരുത്തിയാൽ മാത്രമേ അവിടെ ഷുവർട്ടിക്ക് ലയബിലിറ്റി ഉള്ളൂ. അതാണ് ഇവിടുത്തെ കണ്ടീഷണൽ എന്ന് പറയുന്നത്. ഇത് അറൈസ് ചെയ്യുമ്പോൾ തന്നെ എന്തില്ല, ഇദ്ദേഹത്തിന് ഒരു ലയബിലിറ്റി ചിലപ്പോൾ വന്നുകൂടാന്നില്ല, വരാതിരിക്കാം. ഓക്കെ, അപ്പോൾ ഷുവർട്ടീസ് ലയബിലിറ്റി മസ്റ്റ് ബി കണ്ടീഷണലാണ്. എന്താണ് കണ്ടീഷണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലി ദ പ്രിൻസിപ്പൽ ഡെപ്റ്റർ മേക്സ് എ ഡീഫോൾട്ട്. ഒരു ഡീഫോൾട്ട് വരുത്തുമ്പോഴാണ് അദ്ദേഹത്തിന് ലയബിലിറ്റി അറൈസ് ചെയ്യുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. പിന്നെ ഗ്യാരണ്ടിയുടെ കുറച്ച് ടൈപ്സ് ഓഫ് ഗ്യാരണ്ടി പറയുന്നുണ്ട്. അതൊന്ന് നോക്കിയിരിക്കണം. കാരണം ടൈപ്സ് പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അത് നോക്കാം. സ്പെസിഫിക് ഗ്യാരണ്ടി എന്താണെന്ന് നോക്കാം. സ്പെസിഫിക് ഗ്യാരണ്ടി എന്ന് വെച്ചാൽ ഈസ് ഗിവൺ ഫോർ എ സിംഗിൾ ആൻഡ് പർട്ടിക്കുലർ ട്രാൻസാക്ഷൻ ഓർ ഡെപ്റ്റ് ഇസ് കാൾഡ് സ്പെസിഫിക് ഓർ സിമ്പിൾ ഗ്യാരണ്ടി. ഒരു സിംഗിൾ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ട്രാൻസാക്ഷന് വേണ്ടി മാത്രമുള്ള ഒരു പ്രത്യേക കടത്തിന് വേണ്ടി മാത്രമുള്ളതാണെങ്കിൽ സ്പെസിഫിക് ഗ്യാരണ്ടി എന്ന് പറയാം. സച്ച് ഗ്യാരണ്ടി കംസ് ടു ആൻ എൻഡ് ആസ് സൂൺ ആസ് ദ ട്രാൻസാക്ഷൻ ഈസ് ഡ്യൂലി പെർഫോംഡ് ഓർ ദ ഡെപ്റ്റ് ഈസ് ഡ്യൂലി ഡിസ്ചാർജ്ഡ്. ആ ഒരു ഡെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ട്രാൻസാക്ഷൻ കഴിയുമ്പോൾ തന്നെ അത് കംസ് ടു ആൻ എൻഡ് ആവും അല്ലേ. അതാണ് പറയുന്നത് സ്പെസിഫിക് ഗ്യാരണ്ടി. എന്നാൽ നെക്സ്റ്റ് കേസിൽ കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി. അവിടെ എ ഗ്യാരണ്ടി വിച്ച് എക്സ്റ്റെൻസ് ടു എ സീരീസ് ഓഫ് ട്രാൻസാക്ഷൻസ് ഉണ്ട് അവിടെ. അതാണ് കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞത്. അവിടെ ഒരു സിംഗിൾ ട്രാൻസാക്ഷനോട് കൂടി അത് കഴിയുകയല്ല ചെയ്യണത്. അവിടെ ഒരു കണ്ടിന്യൂയിങ് ഉള്ള ഒരു ട്രാൻസാക്ഷൻസ് ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത് കേട്ടോ. അടുത്തത് പറയുന്നത് റെട്രോസ്പെക്റ്റീവ് ആണ്. അപ്പോൾ റെട്രോസ്പെക്റ്റീവ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ വേറെ ഗ്യാരണ്ടി ഈസ് ഗിവൺ ഫോർ ആൻ എക്സിസ്റ്റിംഗ് ഡെപ്റ്റ്. ഒരു ഡെപ്റ്റ് ഉണ്ടായിരുന്ന നിലനിൽക്കുന്ന ഒരു ഡെപ്റ്റിന് വേണ്ടിയിട്ട് തുടങ്ങുന്നതാണെന്ത് റെട്രോസ്പെക്റ്റീവ് ഗ്യാരണ്ടി എന്ന്. അതൊന്ന് ഓർത്തിരിക്കണം കേട്ടോ. എക്സിസ്റ്റിംഗ് ഡെപ്റ്റ് എന്ന വാക്ക് ഈ റെട്രോസ്പെക്റ്റീവുമായി ചേർത്ത് വെച്ച് ഓർക്കണം.
പിന്നെ പ്രോസ്പെക്റ്റീവാണ്. പ്രോസ്പെക്റ്റീവ് എന്ന് വെച്ചാൽ ഒരു ഫ്യൂച്ചർ ഡെപ്റ്റാണ്. എക്സിസ്റ്റിംഗ് ഡെപ്റ്റ് ഇല്ല, പക്ഷേ ഫ്യൂച്ചർ ഡെപ്റ്റ്, ഭാവിയിൽ വന്നേക്കാവുന്ന ഒരു ബാധ്യതയുടെ പേരിൽ ഷുവർട്ടീനെ ഒക്കെ ഉണ്ടാക്കി റെഡിയാക്കി വയ്ക്കുക. അതാണ് പ്രോസ്പെക്റ്റീവ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗ്യാരണ്ടി കൊടുക്കുക. പിന്നെ ആബ്സല്യൂട്ട് ഗ്യാരണ്ടി ഉണ്ട്. ആബ്സല്യൂട്ട് ഗ്യാരണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മീൻസ് എ ഗ്യാരണ്ടി വേർ ദ ഷുവർട്ടി അൺകണ്ടീഷണലി പ്രോമിസസ് ടു പേ ഇൻ കേസ് ഓഫ് ഡീഫോൾട്ട് ഓഫ് ദ പ്രിൻസിപ്പൾ. ഇവിടെ ഒരു അൺകണ്ടീഷണൽ പ്രോമിസാണ് കൊടുക്കുന്നത്, ഒരു കണ്ടീഷനും വയ്ക്കാത്ത പ്രോമിസ്. അതാണ് ആബ്സല്യൂട്ട് ഗ്യാരണ്ടി. ഒരു പ്രോമിസ്, അൺകണ്ടീഷണൽ പ്രോമിസാണ് ആബ്സല്യൂട്ട് എന്ന് ആലോചിക്കാം. പിന്നെ കണ്ടീഷണൽ ഗ്യാരണ്ടി ആണെങ്കിലോ അവിടെ വെറുതെ ഷുവർട്ടി പ്രോമിസസ് ടു പേ ഇൻ കേസ് ഓഫ് സം ഇവൻറ്റ്, ചില സംഭവങ്ങൾ സംഭവിച്ചു കൊള്ളാം എന്ന് വെച്ചാൽ മാത്രമാണ് അത് കൊടുക്കൊണ്ടു. അപ്പോൾ അതാണ് കണ്ടീഷണൽ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ. പിന്നെ ഫിഡിലിറ്റി ഗ്യാരണ്ടി. അപ്പോൾ ഫിഡിലിറ്റി ഗ്യാരണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാരണ്ടി ഗിവൺ ഫോർ ദ ഗുഡ് കണ്ടക്ട്, നല്ല സ്വഭാവം അല്ലെങ്കിൽ ഹോണസ്റ്റി. ഫിഡിലിറ്റി മീൻസ് ഹോണസ്റ്റിയാണ്. അപ്പോൾ ഹോണസ്റ്റി ഓഫ് എ പേഴ്സൺ എംപ്ലോയ്ഡ് ഇൻ എ പർട്ടിക്കുലർ ഓഫീസ്, അതാണ് ഫിഡിലിറ്റി ഗ്യാരണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ആളുടെ ഒരു ഹോണസ്റ്റി അല്ലെങ്കിൽ നല്ല സ്വഭാവം, അതുമായി ബന്ധപ്പെട്ട ഗ്യാരണ്ടി നിൽക്കുന്നതാണ് ഫിഡിലിറ്റി ഗ്യാരണ്ടി എന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അയാളുടെ ആ ഒരു നല്ല ക്വാളിറ്റിക്ക് ഗ്യാരണ്ടി നിൽക്കുക, അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഓഫീസിൽ അതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഗ്യാരണ്ടി നിൽക്കുന്നത്. ലിമിറ്റഡ് ഓർ അൺലിമിറ്റഡ് ഗ്യാരണ്ടി ഉണ്ട്. ലിമിറ്റഡ് ഗ്യാരണ്ടി എന്ന് വെച്ചാൽ റെസ്ട്രിക്റ്റഡ് ടു സിംഗിൾ ട്രാൻസാക്ഷൻ. അൺലിമിറ്റഡ് ആണെങ്കിൽ അവിടെ ഒരു നോ റെസ്ട്രിക്ഷനാണ്, ടൈമോ എമൗണ്ടോ ഒന്നും റെസ്ട്രിക്റ്റഡ് അല്ല. അതാണ് ലിമിറ്റഡ് ഓർ അൺലിമിറ്റഡ് ഗ്യാരണ്ടി. അപ്പോൾ ടൈപ്സ് ഓഫ് ഗ്യാരണ്ടീസ് ഒന്ന് നോക്കി വയ്ക്കുക. റെട്രോസ്പെക്റ്റീവും പിന്നെ ഫിഡിലിറ്റിയും ആബ്സല്യൂട്ടും കണ്ടീഷണലും ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. പ്രോസ്പെക്റ്റീവ്, കണ്ടിന്യൂയിങ് എന്താണ്, സ്പെസിഫിക് എന്താണ്, ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിലെ കണ്ടൻറ്റ് നമുക്ക് എന്താണ് ഓർത്ത് വെക്കുന്ന രീതിയിൽ ഒന്ന് മൈൻഡിൽ സെറ്റാക്കാം. ഇനിയുള്ള ഭാഗം എന്ന് വെച്ചാൽ നമ്മൾ ഈ കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെമിനിറ്റി, കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി തമ്മിൽ എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ട് നമുക്കൊന്ന് നോക്കാം. നമ്പർ ഓഫ് പാർട്ടീസ് എങ്ങനെയാണെന്ന് നോക്കാം. ബേസിസ് ഫസ്റ്റ് വൺ നമ്പർ ഓഫ് പാർട്ടീസാണ്. 2 പാർട്ടി. കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെമിനിറ്റിയുടെ കാര്യമാണെങ്കിൽ ഇൻഡെമിനിഫയറും ഇൻഡെമിനിഫൈഡുമാണ് ഇവിടെ പാർട്ടികളായിട്ട് വരുന്നത്. മറ്റേ കേസിലാണെങ്കിലോ ഗ്യാരണ്ടിയുടെ കേസിലാണെങ്കിൽ 3 പാർട്ടികളാണുള്ളത്. ഷുവർട്ടി വരും, ക്രെഡിറ്റർ വരും, പ്രിൻസിപ്പൽ ഡെപ്റ്ററും വരും. അപ്പോൾ ഇവരൊക്കെ ആരാണെന്ന് ക്ലിയറായെന്ന് വിചാരിക്കണം. പാർട്ടികൾ ക്ലിയറായാൽ പിന്നെ ബാക്കി കൺസെപ്റ്റ് എല്ലാം പക്ക ഓക്കെ കേട്ടോ. നമ്പർ ഓഫ് കോൺട്രാക്ട്സ് എന്താണ്? നമ്പർ ഓഫ് കോൺട്രാക്ട്സ് എന്ന് വെച്ചാൽ ഈ കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെമിനിറ്റിയിൽ ആകെ ഒരു കോൺട്രാക്റ്റ് മാത്രമേ വരുന്നുള്ളൂ. ദർ ഈസ് ഓൺലി വൺ കോൺട്രാക്ട് ബിറ്റ്വീൻ ദ ഇൻഡെമിനിഫയറും ഇൻഡെമിനിഫൈഡും തമ്മിലൊരു കോൺട്രാക്റ്റ് മാത്രമേ ഉള്ളൂ. പക്ഷേ മറ്റിടത്ത് അങ്ങനെയല്ല. മറ്റിടത്ത് പ്രിൻസിപ്പൽ ഡെപ്റ്ററും ക്രെഡിറ്ററും തമ്മിലുണ്ട്, ക്രെഡിറ്ററും ഷുവർട്ടിയും തമ്മിലുണ്ട്, ഷുവർട്ടിയും പ്രിൻസിപ്പളും ഉണ്ട്. അപ്പോൾ അങ്ങനെ 3 കോൺട്രാക്റ്റ് അവിടെ ഉണ്ട് കേട്ടോ. അതാണ് കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇവിടെ നാച്ചർ ഓഫ് ലയബിലിറ്റി എങ്ങനെയാണ്? ലയബിലിറ്റി ഓഫ് ഇൻഡെമിനിഫയർ പ്രൈമറിയാണ്, അൺകണ്ടീഷണലുമാണ്. ഇവിടെ ഇൻഡെമിനിഫയറുടെ ലയബിലിറ്റിയാണ് പ്രൈമറി ആൻഡ് അൺകണ്ടീഷണൽ. ഒന്നും പറയാൻ പറ്റില്ല, പ്രവചനാതീതമാണെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. മറ്റിടത്ത് ലയബിലിറ്റി ഓഫ് ദ ഷുവർട്ടി സെക്കൻഡറി ആണ് എപ്പോഴും. ആർക്കാണ്? പ്രിൻസിപ്പൽ ഡെപ്റ്റർക്കാണ് എപ്പോഴും പ്രൈമറി ലയബിലിറ്റി വരിക. ഇവിടെ സെക്കൻഡറി ലയബിലിറ്റി മാത്രമേ ആർക്കുള്ളൂ? ഷുവർട്ടിക്കുള്ളൂ കേട്ടോ. അതായത് അദ്ദേഹം അടച്ചില്ലെങ്കിൽ, ഡസ് നോട്ട് പേ, അപ്പം മാത്രമേ എന്തുള്ളൂ? ലയബിലിറ്റി ഉള്ളൂ. പിന്നെ റിക്വസ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ റിക്വസ്റ്റ് ഈസ് നോട്ട് നെസസറി ഫോർ ദ ഇൻഡെമിനിഫയർ ടു ആക്ട് അറ്റ് ദ റിക്വസ്റ്റ് ഓഫ് ദ ഇൻഡെമിനിഫൈഡ്. ഇൻഡെമിനിഫയറുടെ ഒരു റിക്വസ്റ്റോട് കൂടി മാത്രമാണ് ഈ ഒരു കോൺട്രാക്റ്റ് തുടങ്ങുന്നത് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. റിക്വസ്റ്റ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, അയാൾ വില്ലിങ് ആയാൽ മതി. പിന്നെ ഇറ്റ് ഈസ് നെസസറി ദാറ്റ് ഷുവർട്ടി ഷുഡ് ഗീവ് ദ ഗ്യാരണ്ടി അറ്റ് ദ റിക്വസ്റ്റ് ഓഫ് ദ ഡെപ്റ്റർ. ഇവിടെ ഡെപ്റ്ററുടെ റിക്വസ്റ്റോട് കൂടിയാണ് ഷുവർട്ടി ഈ ഒരു കോൺട്രാക്റ്റിലേക്ക് എൻറ്റർ ചെയ്യുന്നത്. അയാൾ റിക്വസ്റ്റ് ചെയ്യുമ്പോഴാണ് ഓക്കെ ഞാൻ എന്നാൽ ഗ്യാരണ്ടി തരാം, ഞാൻ ജാമ്യക്കാരനാവാമെന്ന് പറഞ്ഞിട്ട്. അപ്പം നമുക്ക് പരിചയമുള്ള ആരെങ്കിലും നിങ്ങളൊന്ന് ജാമ്യം നിൽക്കുമോ എന്ന് ചോദിച്ച്, അല്ലെങ്കിൽ ഒരു ബാങ്കുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഒരാളോ അല്ലെങ്കിൽ ബാങ്കിൽ പിടിപാടുള്ള ഒരാളെയൊക്കെയാണ് നമ്മൾ ഷുവർട്ടി ആയിട്ട് കൊണ്ടുവന്ന് വയ്ക്കുക. ഒരു പരിചയമില്ലാത്ത നമ്മളെക്കാളും സാധാരണക്കാരനായ ഒരാളേനെ ഒരിക്കലും ഷുവർട്ടിയായി വെക്കില്ല. അത്രയും ബോൾഡായിട്ട് അല്ലെങ്കിൽ ഇത്രയും എന്തെങ്കിലും ഒരു ഫിനാൻഷ്യലി എന്തെങ്കിലും ഒരു തരത്തിലുള്ളൊരു സ്ട്രോങ് ആയ ആളെയാണ് നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ടാണ് കൊണ്ടുവയ്ക്കുന്നത്. ഓക്കെ, അതാണ് പറയണം. പിന്നെ നെക്സ്റ്റ് പറയണത് എക്സിസ്റ്റൻസ് ഓഫ് റിസ്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ദ ഇൻഡെമിനിഫയറുടെ ലയബിലിറ്റി അറൈസസ് ഓൺലി ഓൺ ദ ഹാപ്പനിങ് ഓഫ് എ കണ്ടിൻജൻസി. ഒരു കണ്ടിൻജൻസി സംഭവിച്ചാൽ മാത്രമേ, ചിലപ്പോൾ നമ്മളിപ്പോൾ ഒരു ഇൻഷുറൻസ് എടുത്തു, ചിലപ്പോൾ ഒന്നും സംഭവിക്കില്ല. അപ്പോൾ നമുക്ക്
കണ്ടിൻജൻസി അവരെ സംബന്ധിച്ച് വരുന്നേ ഇല്ല. പക്ഷേ ഇതെപ്പോഴാണ് സംഭവിക്കുക എന്ന് പറയാൻ പറ്റില്ല. അതാണ് പറഞ്ഞത്. അവിടെ എക്സിസ്റ്റൻസ് ഓഫ് റിസ്ക് എന്താണ്, ഹാപ്പനിങ് ഡിപ്പെൻഡ് അപ്പോൺ ദ ഒരു കണ്ടിൻജൻസി. ഇവിടെ അങ്ങനെയാണ്. ഇവിടെ എക്സിസ്റ്റിംഗ് ലയബിലിറ്റി ഉള്ളപ്പോഴാണ്, എക്സിസ്റ്റിംഗ് ലയബിലിറ്റി വരാൻ സാധ്യതയുള്ളപ്പോഴാണ് ഇവരത് തുടങ്ങുന്നത് തന്നെ അല്ലേ. എക്സിസ്റ്റിംഗ് ലയബിലിറ്റി, ഹൈ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഉള്ള ഒരാൾക്കാണെങ്കിൽ എന്തിൽ വേണ്ട, ഇപ്പം നല്ല ഒരു ഇപ്പോൾ ലോൺ എടുക്കുകയാണെങ്കിൽ നല്ല ഒരു സംഭവം നമ്മുടെ കയ്യിൽ ഈടായിട്ട് കൊടുക്കാനുണ്ടെങ്കിൽ അവർക്ക് ഷുവറിറ്റി ഒന്നും ആവശ്യമില്ല അല്ലേ. അവർക്കറിയാം അതിന് ഈടാക്കാൻ. അതൊന്നും ഇല്ലെങ്കിലാണ് ഒരു ഷുവറിറ്റീനെ വെക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ഒരു എക്സിസ്റ്റിംഗ് ലയബിലിറ്റി ഉണ്ട്. അപ്പോൾ അത് കാരണമാണ് ഒരു ഷുവറിറ്റീനെ വെക്കുന്നത്. ജാമ്യക്കാരൻ ആവശ്യമായി വരുന്നത് എപ്പോഴാണ്, ദർ ഈസ് ആൻ എക്സിസ്റ്റിംഗ് ലയബിലിറ്റി. അങ്ങനെ. പിന്നെ റൈറ്റ്സ് ഓഫ് പാർട്ടീസ് പറയുകയാണെങ്കിൽ ഇൻഡെംനിഫയർക്ക് നമ്മൾ പറഞ്ഞു, ഇൻഡെംനിഫയറുടെ പിന്നെ കടമകളെ അല്ലെങ്കിൽ അയാൾക്ക് കിട്ടാവുന്ന റൈറ്റ്സിനെ കുറിച്ച് ലോയിലും ഉണ്ടെന്ന് തന്നെ ഇല്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു തേർഡ് പാർട്ടിക്കെതിരെ സ്വന്തം പേരിൽ സ്യൂട്ട് ഫയൽ ചെയ്യാൻ കഴിയില്ല എന്നാണ് പറയണത് കേട്ടോ. ഇനി അദ്ദേഹത്തിന് അനുകൂലമായ അവകാശവാദമോ അസൈൻമെൻറ്റോ ഉണ്ടെങ്കിൽ ഫയൽ ചെയ്യാം, ഇല്ലെങ്കിൽ ഫയൽ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഇവിടെ അങ്ങനെയല്ല, പ്രൊസീഡ് ചെയ്യാൻ കഴിയും. ഷുവർട്ടി ക്യാൻ പ്രൊസീഡ് അഗേൻസ്റ്റ് ദ പ്രിൻസിപ്പൽ ഡെപ്റ്റർ ഇൻ ഹിസ് ഓൺ റൈറ്റ്, സ്വന്തം ഹിസ് ഓൺ റൈറ്റിൽ തന്നെ ആഫ്റ്റർ ഹി ഹാസ് ഡിസ്ചാർജ്ഡ് ദ ലയബിലിറ്റി ഓഫ് ദ പ്രിൻസിപ്പൽ ഡെപ്റ്റർ. പ്രിൻസിപ്പൽ ഡെപ്റ്ററുടെ ലയബിലിറ്റി ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന് എന്തെങ്കിലും നഷ്ടങ്ങളുണ്ടെങ്കിൽ അത് എവിടെ ചെയ്യാം, ഷുവർട്ടിക്ക് ഹിസ് ഓൺ റൈറ്റിൽ പ്രൊസീഡ് ചെയ്യാം എന്നും പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് പാർട്ടീസിൻ്റെ ഇൻട്രസ്റ്റിനെ കുറിച്ചാണ് കേട്ടോ. ഇൻഡെംനിഫയർക്ക് എന്തെങ്കിലും ഇൻഡെംനിറ്റി കൂടാതെ, ഈ ഇൻഡെംനിറ്റി കൂടാതെ വല്ല ഇൻട്രസ്റ്റും ലഭിക്കുകയാണെങ്കിൽ അത് സ്വീകരിക്കാമെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഡെൽക്രിയുടെ കമ്മീഷനെ കുറിച്ചാണ് ഇവിടെ എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുള്ളത്. അത് സ്വീകരിക്കാമെന്നാണ് പറയണത്. മറ്റിടത്ത് ഷുവർട്ടി ഷുഡ് ഹാവ് അതർ ഇൻട്രസ്റ്റിനെ കുറിച്ചൊന്നും ട്രാൻസാക്ഷനിൽ അങ്ങനെ സ്പെസിഫൈ ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ ഇവിടെ പർപ്പസ് പറയുന്നുണ്ട്. ഇൻഡെംനിറ്റി എന്താണ്, ദ ഒബ്ജക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി ഈസ് ടു പ്രൊവൈഡ്, ഒരു ലോസിനെതിരെ ഇൻഡെംനിറ്റി കൊടുക്കലാണ് ഇവിടുത്തെ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെയോ, ഇവിടെ ഒരു സെക്യൂരിറ്റി, ദ ഒബ്ജക്റ്റ് ഓഫ് ഗ്യാരണ്ടി ഈസ് ടു പ്രൊവൈഡ് സെക്യൂരിറ്റി ടു ദ ക്രെഡിറ്റർ അഗെയിൻസ്റ്റ് ഡീഫോൾട്ട് ബൈ ദ പ്രിൻസിപ്പൽ ഡെപ്റ്റർ. ഈ പ്രിൻസിപ്പൽ ഡെപ്റ്റർ ഡീഫോൾട്ട് വരുത്തിയാൽ ക്രെഡിറ്റർക്ക് സെക്യൂരിറ്റി നൽകുന്നതാണ് എന്ത്, ക്രെഡിറ്റർക്ക് സെക്യൂരിറ്റി നൽകുന്നതാണ് ഗ്യാരണ്ടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് ഈ ഒരു കൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് കുറച്ചും കൂടി കാര്യങ്ങൾ കൂടുതലുണ്ട്. പിന്നെ ആദ്യം നമ്മൾ പറഞ്ഞുവല്ലോ ഇത് എന്തുമായി ബന്ധപ്പെട്ടതാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇതിലിപ്പോൾ നമ്മൾ 2 മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്, ബാക്കി ഇനി കിടക്കുകയാണ് പറയാൻ. ഓക്കെ, അതിപ്പോൾ നമുക്ക് അടുത്ത ഭാഗമായിട്ട് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പറഞ്ഞു ഇൻഡെംനിറ്റി കോൺട്രാക്റ്റും ഗ്യാരണ്ടി കോൺട്രാക്റ്റുമാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ബെയിലും പ്ലഡ്ജും ഏജൻസിയും. പിന്നെ ഇത് കഴിഞ്ഞ് നമുക്ക് മോർട്ടഗേജുമായി ബന്ധപ്പെട്ടുണ്ട്. അത് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആയിട്ടുമായി ബന്ധപ്പെട്ടതല്ല കേട്ടോ, അത് വേറെ ആക്റ്റിലാണ് മോർട്ടഗേജിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോട് പഠിക്കാം. അപ്പോൾ ഇതിന്നൊക്കെ ധാരാളം ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പിന്നെ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസും ബികോം ബേസ്ഡ് കുട്ടികൾക്ക് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസും ധാരാളമായി കടന്നു വരുന്ന മേഖലയാണ്. അപ്പോൾ ഇതൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കി നോട്ട് എഴുതി വെച്ച് പഠിക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. പിന്നെ നിങ്ങളുടെ കമൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കുക. പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്